ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് ഇന്ന് കാഹളം മുഴങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് ഉച്ചകഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം 3 മണിക്ക് ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കും. കൂടാതെ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കെജ്രിവാൾ കേസിലെ വിചാരണ നടക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. തുടർച്ചയായ സമൻസുകൾ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ED റോസ് അവന്യൂ കോടതിയെ സമീപിക്കുകയായിരുന്നു. കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ED ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ രണ്ട് വാർത്തകളും സംബന്ധിച്ച വിശദമായ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമുക്ക് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ഉള്ള വാർത്തയിലേക്ക് തന്നെ പോകാം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? രോഹിണി, 18ാം ലോക്സഭയിലേക്കുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ കാഹളമാണ് ഇന്ന് മുഴങ്ങാൻ പോകുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ സുപ്രധാനമായ വാർത്താ സമ്മേളനം നടക്കും. ആ വാർത്താ സമ്മേളനത്തിലൂടെയാണ് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി, അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ അടങ്ങുന്നതാകും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ വാർത്താ സമ്മേളനം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ സജീവമായി പ്രചരണ രംഗത്ത് ഇപ്പോൾ തന്നെയുണ്ട്. മിക്ക രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ 1ഉം 2ഉം ഘട്ടമായി പ്രഖ്യാപിച്ച് പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അങ്ങനെ രാജ്യത്തൊട്ടാകെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ജനാധിപത്യ ഉത്സവത്തിന്റെ ആ ഒരു കാഹളം മുഴക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം 10 വർഷം അധികാരത്തിലിരുന്ന് വളരെ സുപ്രധാനമായ പല മാറ്റങ്ങൾക്കും രാജ്യത്ത് കൊണ്ടുവന്ന ആ സർക്കാരിനെ സംബന്ധിച്ച് 3ാം ഊഴത്തിന് വേണ്ടിയുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായത് 10 വർഷക്കാലം എന്തൊക്കെ പ്രഖ്യാപിച്ചോ, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ പ്രഖ്യാപിച്ചോ, ആ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങാതെ അതെല്ലാം ഒരു ഗ്യാരണ്ടി പോലെ യാഥാർത്ഥ്യമാക്കി കൊടുത്ത 10 വർഷം എന്നതാണ് BJP ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം മുൻപൊരിക്കലുമില്ലാത്ത മാറ്റങ്ങൾ, അത് സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. വലിയ പരിവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാഷ്ട്രം അത് കണ്ടു. സ്വാഭാവികമായും ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയുടെ ലക്ഷ്യം തന്നെ 400+ എന്നുള്ളതാണ്. ലോക്സഭയിൽ അവസാനമായി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് 370-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം BJP ഒറ്റയ്ക്ക് നടത്തും. ഘടകകക്ഷികളും കൂടി കൂടുമ്പോൾ NDAയുടെ സംഖ്യ എന്നത് അത് 400-ന് മുകളിലെത്തും. ഒരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിധിയാകും വരുന്നത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം INDA മുന്നണി അത് തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് തന്നെ ശിഥിലമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ തിരിച്ച് NDAയിലേക്ക് എത്തി. മമതാ ബാനർജി ഇടഞ്ഞ് സ്വന്തം നിലയിലേക്ക് പോയി. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ INDA മുന്നണി ഒരു തമാശ മാത്രമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. എങ്കിലും ആ മുന്നണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിലെങ്കിലും മുന്നണി സംവിധാനം എന്ന നിലയിൽ തന്നെ മത്സരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിപക്ഷ കക്ഷികളും തെരഞ്ഞെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ വളരെ മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചതിരിഞ്ഞ് വാർത്താ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുപ്പിന്റെ തീയതിയും മറ്റും പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ 7ഓ 8ഓ ഘട്ടമായി ഒക്കെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 2019-ൽ 7 ഘട്ടമായാണ് നടന്നത്. ഏപ്രിൽ 11-ന് തുടങ്ങി പിന്നീട് മെയ് മാസം അവസാനിക്കുന്ന രീതിയിലായിരുന്നു 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ തവണയും ഒരുപക്ഷെ 7 ഫേസിൽ തന്നെയാകും തെരഞ്ഞെടുപ്പ് നടക്കുക. ഒപ്പം 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കാനുള്ള സാധ്യത, അതിൽ 4 ലോക്സഭയ്ക്കൊപ്പം തന്നെ നടക്കുന്നതാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്, അതോടൊപ്പം തന്നെ സിക്കിം, ഒഡീഷ, ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭയ്ക്കൊപ്പം തന്നെയാണ് നടക്കുന്നത്. ഇത് കൂടാതെ ജമ്മു കശ്മീരിൽ, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിൽ കൂടി ലോക്സഭയ്ക്കൊപ്പം
തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ പറ്റി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിൽ അരുണാചൽ പ്രദേശിൽ BJP ഭരണമാണ്, സിക്കിമിലും BJP നേതൃത്വം നൽകുന്ന NDAയുടെ സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഒഡീഷയിൽ ബിജു ജനതാദളിന്റെ സർക്കാർ, നവീൻ പട്നായിക് അവിടെ 2000 മാർച്ച് മുതൽ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ YSR കോൺഗ്രസ്, ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നു. അങ്ങനെയും 4 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി കൂടി ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. രോഹിണി.